ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കടൽ ഞണ്ടുമായിട്ടാണ്. കടൽ ഞണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ടേസ്റ്റിയിൽ വരട്ടിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നല്ല ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ട കൂടെ ഒക്കെ കഴിക്കാം. ഞാനത് എടുത്തിട്ടുള്ളത് 1 കിലോ ഞണ്ടാണ്. ഞാൻ ഇത് ഇന്നലെ ക്ലീൻ ആക്കി വെച്ച് നേരെ ഫ്രീസറിലോട്ട് കയറ്റി വെച്ചിരിക്കുമായിരുന്നു. ഇത് നേരെ വാങ്ങിയിട്ട് ഫ്രീസറിലോട്ട് കയറ്റി വെച്ചാൽ ഇത് വെള്ളമായി പോകും എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഷോപ്പിലാൾ പറഞ്ഞു ക്ലീൻ ആക്കിയിട്ട് വെച്ചാൽ ഇതൊന്നും ആവില്ല എന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ 4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിനുശേഷം അതിലേക്ക് 3/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കുകയാണ്. പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, പിന്നെ 2 തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ സവാള നമുക്ക് 4 എണ്ണം വേണം. 4 എണ്ണം ഇത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് വേണ്ടത്, അത് 4 ടേബിൾ സ്പൂൺ വേണം. പിന്നെ നമ്മൾ പച്ചമുളകും കറിവേപ്പില ഇതിട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി ഇതിലോട്ട് നമ്മൾ പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേഗം എന്ത് ചെയ്യുക, ഈ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അധികം അങ്ങോട്ട് ഇളക്കി കൊടുക്കാതെ, കുറേ നേരം ഇളക്കി കൊടുക്കാതെ നമ്മൾ വേഗം ഇത് ചൂടായതിന് ശേഷം നമ്മളുടെ സവാള ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ 4 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 4 എണ്ണം മതി. ചെറിയ സവാള ആണെങ്കിൽ 2 കൂടി എക്സ്ട്രാ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് വാടുന്ന വരെ വെയിറ്റ് ചെയ്യണം. വാടുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമ്മൾക്ക് ഏലക്കായും ഒരു 4 ഏലക്കായും അല്ലെങ്കിൽ ഒരു 3 കറാമ്പൂവും നമ്മൾ ഇട്ട് കൊടുത്താൽ കുറച്ച് ടേസ്റ്റ് കൂടും. വേണമെങ്കിൽ മതി, ഓപ്ഷനിലാണ്. ആ ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് വാടിക്കഴിഞ്ഞു. ഇനി നമ്മളുടെ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെയാണ് നിങ്ങൾക്ക് എരിവ് ഇഷ്ടം അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ പെരുംജീരക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇത് ഇപ്പോൾ ഉള്ളി ഏകദേശം നന്നായിട്ട് വാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഇത് വാടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളി 2 വലിയ തക്കാളിയാണ് ഇത് ചോപ്പ് ചെയ്തത്. അത് നമ്മൾ നന്നായിട്ട് പൊടിയായിട്ട് എരിയണമെന്നൊന്നുമില്ല, ഇത് നന്നായിട്ട് വാടി വരണം. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ വാടി നന്നായിട്ട് ഇതിൽ നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഞണ്ട് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഞണ്ട് ഇട്ട് കൊടുക്കുക. ഞണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഓൾറെഡി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുഴയ്ക്കുക. ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഇത് എല്ലാ ഗ്രേവിയും ഇതിൽ പറ്റി പിടിക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഞണ്ടായതുകൊണ്ട് തന്നെ ചിക്കനൊന്നും അല്ലാത്തത് കൊണ്ട് ഇത് കുറച്ച് ഷെല്ലായതുകൊണ്ട് കുറച്ച് ഇളകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമ്മൾ കുഴപ്പമില്ല, നന്നായിട്ട് ഇളക്കാനൊക്കെ പറ്റും. നമ്മൾ പാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ചുകൂടി വലിയ പാൻ എടുക്കണം. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 6 മിനിറ്റോളം മൂടി വെക്കുക. ഒരു 6 മിനിറ്റ് മൂടി വെക്കുക. മൂടി വെച്ച് 6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുകയാണ്. തുറന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ്, ഈ ഒരു പരുവത്തിലാണ് ഇത് ഉണ്ടാവുക. കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും, കാരണം അത് ഞണ്ടിൻ്റെ ഉള്ളിലുള്ള വെള്ളമാണ്. അപ്പോൾ ഇതൊന്നും കൂടെ ഷഫിൾ ചെയ്തിടുക. നമ്മളിത് ജസ്റ്റ് ഇളക്കുക. എന്നിട്ട് നമ്മൾ 1 കപ്പ് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 1 കപ്പ് ഫുള്ളായിട്ട് ഒഴിക്കണമെന്നില്ല, ഒരു 1/2 കപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. 1/2 കപ്പ് ബാക്കി അവിടെ മാറ്റി വെക്കുക, ചിലപ്പോൾ നമ്മൾക്ക് ആവശ്യം വരും. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ ഇത് വറ്റിച്ചെടുക്കേണ്ടത്. ഇത് മുഴുവനായിട്ട് വറ്റിച്ചെടുക്കേണ്ട, കുറച്ച് ഗ്രേവി, നല്ലൊരു വാട്ടർ കൺസിസ്റ്റൻസി ഉള്ളൊരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ അധികം വറ്റിക്കണ്ട. അപ്പോൾ നമ്മളിത് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഇത് ഹാഫ് വേവേ ആയിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു 10 മിനിറ്റ് ഇത് ഇങ്ങനെ കിടക്കട്ടെ. അതിനുശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഇപ്പോൾ തന്നെ നല്ല രീതിയിലായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് സെർവ് ചെയ്യാൻ നമ്മൾ പോവുകയാണ്. നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പോൾ ആവശ്യത്തിന് എരിവ് എനിക്ക് ഇപ്പോൾ തോന്നിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞു. ഇതേ നമ്മളുടെ അടിപൊളി ഞണ്ട് ആയിട്ടുണ്ട്. നല്ല വരട്ടിയ ഞണ്ടാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ, കഞ്ഞിയുടെ കൂടെ, പൊറാട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഷാർപ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഷെൽ ഫുഡല്ലേ, ചിക്കൻ കഴിക്കുന്ന പോലെ നമ്മൾ കഴിക്കുക. അപ്പോൾ പല്ലിയിലും ഫിംഗറിലൊക്കെ മുറിവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ. അപ്പോൾ ഞാനിതാ സെർവ് ചെയ്തൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ വരട്ടിയ ക്രാബ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ വയറ് വേർതിരിച്ച് വെച്ചിരിക്കുവാണ്, കാരണം വയറാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ്. പിന്നെ നമ്മൾ വേസ്റ്റ് ഇടാനൊരു പാത്രം കണ്ടു വെക്കണം. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ബൈ ഗൈസ്, സബ്സ്ക്രൈബ് മൈ ചാനൽ.